ക്രിസ്തുവിൽ കൂടെ തിരുവഴുത്തുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ സ്നേഹ വന്ദനം ഞാൻ അറിയിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഈ സഭയിലുള്ള വിശുദ്ധന്മാരെ പറ്റി കാരാഗ്രഹത്തിലായിരിക്കുന്ന പൗലോസ് ചിലർക്ക് കേട്ടു. അവരുടെ വ്യത്യസ്തമായ അനുഭവങ്ങളെപ്പറ്റി കേട്ടു കഴിഞ്ഞപ്പോൾ പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് 16-ാമത്തെ വാക്യത്തിൽ. ആ പ്രാർത്ഥനയിൽ സാധാരണ പ്രാർത്ഥനയേക്കാൾ വ്യത്യസ്തമായിട്ട് 3 കാര്യങ്ങൾ താൻ ദിവസം വെക്കുകയാണ്. എന്താണ്? ഒന്ന്, വിളിയാലുള്ള ആശ ഇന്നതെന്ന് ഇവരറിയണം. വിളിയാലുള്ള ആശ ഇന്നതെന്ന് ഇവരറിയണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, ദൈവം നമ്മളെ വിളിച്ചപ്പോൾ അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഉദ്ദേശം. എന്നെ നിങ്ങളെ ദൈവം വിളിക്കുമ്പോൾ എന്നെപ്പറ്റി ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്, നിങ്ങളെപ്പറ്റി ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. അപ്പോൾ വിളിയാലുള്ള ആശയം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മെ ദൈവം വിളിച്ചപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മളെപ്പറ്റി ഉണ്ടായിരുന്ന ആ ഉദ്ദേശം എന്താണ്? അതാണ് ആശ. രണ്ടാമത്തെ കാര്യം, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശം എന്തെന്ന് അറിയണം. വെറുതെ ഒരു ജീവിതമല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം ജീവിച്ച് തീർക്കുക എന്നുള്ളതല്ല. ഇവിടെ വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശം എന്ത് എന്ന് അറിയണം. അത് വ്യക്തിപരമായിട്ടുള്ളൊരു അറിവാണ്, വ്യക്തിപരമായിട്ടുള്ള അറിവ്. ദൈവത്തിൻ്റെ അവകാശം ദൈവം നമ്മിൽ എങ്ങനെ കണ്ടു എന്ന് നാം അറിയണം. ദൈവത്തിന് നമ്മളെ ഒരു പ്ലാനുണ്ട്. അപ്പോൾ ദൈവം നമ്മളെ പറ്റി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോരുത്തരെയും വ്യത്യസ്തമായ നിലയിലാണ്. അതെന്താണെന്ന് വ്യക്തിപരമായിട്ട് നമുക്ക് തിരിച്ചറിയണം. പൗലോസ് അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി അവനിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലുപ്പം നാം അറിയണം. അത് ഭയങ്കരമായ ഒരു വിഷയമാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. വിശ്വസിക്കുന്ന നമുക്ക്, എല്ലാവരും കാര്യമല്ല, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി അവനിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലുപ്പം നാം അറിയണം. എന്ന് പറഞ്ഞാൽ, എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും ഈ ശക്തിയുടെ മഹത്വം എനിക്ക് വെളിപ്പെടണം, മനസ്സിലാകണം. ഏത് ശക്തിയാണ്? ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ശക്തി. ആ ശക്തിയുടെ വലിപ്പം കണ്ടോ? ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ശക്തി. റോമാലേഖനം 8:11 ഫിലിപ്പിയ ലേഖനം 3:21 വാക്യങ്ങളെ കാണാം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആ ശക്തിയെപ്പറ്റി അവിടെ പറയുകയാണ്. ആ ശക്തി നിങ്ങളിൽ വസിക്കുകയാണെങ്കിൽ, ക്രിസ്തുയേശുവിനെ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളുടെ മധ്യ ശരീരങ്ങളെ ഉയർപ്പിക്കും. അപ്പം നിർജീവമായതിനെ, ഇനി ഒരിക്കലും സാധ്യമല്ലെന്ന് പറഞ്ഞതിനെ, ഇനി ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞതിനെ സാധ്യമാക്കിയെടുത്തുകൊണ്ട് വരുന്ന ശക്തി, അതാണ് ദൈവാത്മശക്തി. അതാണ് സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി. ഫിലിപ്പിയർ 3:21 അത് കാണാം. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയാൽ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തി എന്ന് കണ്ടു. അപ്പോൾ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തിയാണ് ദൈവാത്മശക്തി. ഈ ശക്തി ഇവിടെ അളവറ്റ വലുപ്പം, ഇത് ഗ്രഹിക്കണം. അപ്പോൾ പൗലോസ് ഈ 3 വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സഭയിലുള്ള ഓരോ വ്യക്തികളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ദൈവകൃപ പ്രാപിച്ച് ദൈവാത്മാവിൻ്റെ വലിയ ഉദ്ദേശം, ആ വിളിച്ച ദൈവത്തിൻ്റെ ആ വിളിയാലുള്ള ആശ, ആ ഉദ്ദേശം അത് തിരിച്ചറിഞ്ഞിട്ട്
ഒരു ജീവിതം കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തയ്യാറാകണം. ഇതാ അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ശക്തിയുടെ വലുപ്പം നോക്കിയേ. പഴയ നിയമത്തിൽ ഈ ശക്തി ശക്തമായി ഒഴുകുന്ന ചെങ്കടലിനെ രണ്ടായിട്ട് മാറ്റി. രണ്ടായി ചെങ്കടൽ പിളർന്നു. ഒരിക്കലും ഇത് സാധ്യമല്ല എന്ന് ചിന്തിച്ച മോശ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിന്റെ ആഴത്തിൽ വെട്ടിവെച്ചിരിക്കുന്ന വഴി കാണാൻ കഴിയാതെ കരയ്ക്ക് നിൽക്കുന്ന മോശ ഇതെങ്ങനെ സാധിക്കും എന്ന് നോക്കി നിൽക്കുമ്പോൾ ഈ ശക്തി ചെങ്കടലിനെ രണ്ടായിട്ട് പിളരുവാനിടയാക്കി. അവിടാണ് ദൈവം തമ്പുരാൻ വെട്ടിവെച്ച വഴി മോശ കണ്ടതും താനും ജനവുമായിട്ട് ചെങ്കടൽ കടന്നതും അങ്ങനെയാണ്. അപ്പോൾ ഏറ്റവും വലിയ ശക്തി യേശുവിൻ്റെ പുനരുത്ഥാന ശക്തിയാണ്. അതാണ് നമുക്ക് വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം നോക്കിയാൽ ഈ ശക്തിയുടെ വലിപ്പം നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ദൈവമോ മരണവകാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ച് വയ്ക്കുന്നത് അസാധ്യമായിരുന്നു എന്നിവിടെ കാണുന്നു. പ്രവൃത്തി 2:32 കാണും, ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാകുന്നു. കണ്ടോ, ഈ ശക്തിയുടെ അളവറ്റ വ്യാപാരത്താൽ സംഭവിച്ചതാണ്. 1 തെസ്സലോനിക്കർ 1:6 ഇത് കാണാം. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തി. ഈ ശക്തിയാണ് യേശുവിനെ ഉയർപ്പിച്ചത്. അങ്ങനെ യേശുവിനെ ഉയർപ്പിച്ചിട്ട് തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്ത് സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മീതെ ഇരുത്തിയ ശക്തി, സകലവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച ശക്തി, ക്രിസ്തു ദൈവത്തിൻ്റെ നിറവ് ഈ ക്രിസ്തുവിനെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഇത് അറിയണമെങ്കിൽ നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കണം. പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ മറ്റൊന്നും നേടാനൊത്തില്ലെങ്കിലും വിശുദ്ധരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കാമെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം കാണുവാനും അറിയുവാനും കാരണമായി തീരും. ലേഖനത്തിൽ സഭയെന്നാദ്യം ഇവിടെയാണ് 9 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്. ഈ വാക്ക് 9 പ്രാവശ്യം ഇവിടെ കാണാം. പുനരുത്ഥാനത്തെ പറ്റി, പുനരുത്ഥാന ശക്തി എന്നുള്ളത് ഇവിടെ പറയുകയാണ്. പുനരുത്ഥാനം, യേശുവിൻ്റെ ഉയർപ്പും ലാസറിൻ്റെ ഉയർപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പുനരുത്ഥാനത്തെ ഇവിടെ കാണാൻ സാധിക്കുന്നു. യേശു പിന്നെയും മരിച്ചില്ല, ലാസർ പിന്നെയും മരിച്ചു. യേശുവിൻ്റെ ഉയർപ്പിൽ തേജസ്കരണം നടന്നു, വേറെ ആരുടെ ഉയർപ്പിൽ അത് നടന്നില്ല. ക്രിസ്തുവിന് തേജസ്കരണം നൽകി സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ആധിപതിയായി വാഴിച്ചു. എങ്ങനെ? ഈ ശക്തി കൊണ്ട്. ഈ പദവിയിൽ കർത്താവ് സഭയുടെ തലയായി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. ക്രിസ്തു സഭയുടെ തല. ഇന്ന് കർത്താവ് സ്വർഗത്തിൽ വസിക്കുന്നത് മനുഷ്യത്വവും ദൈവത്വമായ കലർപ്പില്ലാത്ത അവസ്ഥയിലാണ്. ഈ വലുപ്പം നാം അറിയണം. അപ്പോൾ പൗലോസിൻ്റെ പ്രാർത്ഥനയിൽ ഈ പരിശുദ്ധാത്മ ശക്തിയുടെ അളവറ്റ വലുപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് അളക്കാൻ ഒക്കത്തില്ലത്. ഈ വലുപ്പം അറിയണം എന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത് കാരാഗ്രഹത്തിൽ. അപ്പം നമ്മുടെ പോരാട്ടങ്ങളിൽ, നമ്മുടെ ബലഹീനതകളിൽ ഇന്നും എനിക്ക് ഇത് അവൈലബിളാണ് എന്ന് നമ്മൾ അറിയണം. എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം പണ്ടതൊക്കെ നടക്കുമായിരുന്നു, ഇന്നിപ്പോൾ നടക്കുമോ എന്നൊരു ചിന്ത വേണ്ട.
ഈ ശക്തി ദൈവസഭയെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നിടം വരെ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇന്നും നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ, നിന്റെ ജീവിതത്തിലെ വിഷയങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെടുവാൻ ഇത് കാരണമായി തീരുന്നു എന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കണം. ഈ 3 കാര്യങ്ങളാണ് പൗലോസിൻ്റെ പ്രാർത്ഥനയ്ക്കകത്തെ പ്രധാനപ്പെട്ട മർമ്മം. അങ്ങനെയാണെങ്കിൽ തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ഇങ്ങനെ നമ്മൾ പോയാൽ മതിയോ എന്ന് തിരിച്ച് നമ്മളെ ഭരിക്കണം. പോരാൻ തോന്നിയാൽ ഈ പറയപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ മടങ്ങി വരണം. ഇപ്പം പൗലോസ് എത്ര ശ്രദ്ധയോടുകൂടിയാണ് ഇത് പ്രാർത്ഥിക്കുന്നത്. ഈ വിശുദ്ധ ജനം ഇപ്പോഴുള്ള നിലകളേക്കാൾ വ്യത്യസ്തമായി അകങ്കണ്ണ് പ്രകാശിച്ചവരായി, പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ വ്യാപാരം, ആ ശക്തിയുടെ വലിപ്പം അത് ഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ചെറിയ കാര്യത്തിനും വലിയ കാര്യത്തിനും എൻ്റെ ദൈവം മതിയാവിനാണെന്ന് മാത്രമല്ല, എനിക്ക് അത് ചെയ്തെടുക്കത്തക്കവണ്ണം ഈ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്താൽ എനിക്കത് സാധ്യമാകുമെന്നും ഇന്നും അത് അവൈലബിൾ ആണെന്ന് ഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയിലേക്ക് നമ്മൾ നീങ്ങുന്നെങ്കിൽ, നിങ്ങളോട് പോരാടുന്ന, നിങ്ങളെ അലട്ടുന്ന ഏത് വിഷയത്തിന് മുമ്പിലും ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് ഇവിടെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ 1-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങൾ വരെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ഗ്രഹിക്കണം, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ശക്തി സഭയ്ക്ക് കൊടുത്തിരിക്കുകയാണ്, വ്യക്തികളിൽ അത് വ്യാപരിക്കുകയാണ്. ഇത് നഷ്ടമാക്കാതെ സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ, സമർപ്പിക്കാമെങ്കിൽ, നിങ്ങളുടെ ചെറുതും വലുതുമായിട്ടുള്ള സകല വിഷയത്തിന് മുമ്പിലും ഈ ശക്തിയുടെ പ്രവാഹം ഉണ്ടായിട്ട് അസാധ്യങ്ങളെ സാധ്യമാക്കി എടുക്കുന്നൊരു അനുഭവം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാനത് കാരണമായി തീരുകയാണ്. പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ പ്രിയമുള്ളവരെ, പൗലോസിൻ്റെ ആ പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് നിൽക്കാം. നമ്മൾ ഭൗതിക ആവശ്യങ്ങൾ മാത്രം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന ആ സ്ഥിതിയേക്കാൾ വ്യത്യസ്തമായിട്ട് ഈ പൗലോസ്യ പ്രാർത്ഥനയ്ക്കകത്തെ കാര്യങ്ങൾ ഒന്ന് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രാർത്ഥന സ്റ്റൈലൊന്ന് മാറ്റിയിട്ട്, ദൈവമേ ഞങ്ങളുടെ ഹൃദയക്കണ്ണുകളെ ഒന്ന് തുറന്ന് ഈ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതാനുഭവത്തിന് വ്യത്യാസം വരുത്തുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ കർത്താവ് അത് അത്ഭുതമാമണം ചെയ്യും. തന്നെയല്ല, പ്രാപിച്ചിരിക്കുന്ന ശക്തിയുടെ വലിപ്പം മനസ്സിലാക്കണം. അതിൽ ഉപയോഗിച്ച വാക്ക് അളവറ്റ വലിപ്പം എന്നാണ്. ആ ചെങ്കടലെ 2ആയി വിഭാഗിച്ചതും, ലാസറിനെ ഉയർപ്പിച്ചതും, യേശുവിനെ മരിച്ചവന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് വസിക്കുന്നതൊക്കെ നമ്മൾ ചിന്തിച്ചു. ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ ശക്തിയാൽ സകലവും സാധ്യമാകും. ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ വിഷയങ്ങളെ സാധ്യമാക്കാൻ പറ്റുമെന്ന് എത്ര വലിയ പൈശാചിക പോരാട്ടം ഉണ്ടായാലും ശരി, അതിന് മധ്യത്തിൽ ഈ ശക്തിയെ വെല്ലാൻ വേറൊരു ശക്തിയില്ല. അതുകൊണ്ട് ഈ ശക്തി അമാനുഷികമായതുകൊണ്ട് ഇതിന് പ്രവർത്തിക്കണമെങ്കിൽ ഒരു വ്യക്തി വേണം. ആ വ്യക്തിയാണ് ഞാനും നീയും. അതുകൊണ്ട് പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട്, പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് പൗലോസിൻ്റെ പ്രാർത്ഥനയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ എൻ്റെ ദേഹിയും ആത്മാവും സമർപ്പിക്കുന്നു. എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ മാറ്റിവെക്കുന്നു, അങ്ങയുടെ ഇഷ്ടത്തിനായി സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ശക്തിയുടെ അളവറ്റ വ്യാപാരം, അതിൻ്റെ വലിപ്പം മനസ്സിലാക്കി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനിടയായിത്തീരും. ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നല്ലോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 2-ാമത്തെ അധ്യായം ആരംഭിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.